നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ ചർച്ചകൾ മുഴുവൻ മലിനമാക്കിയത് പ്രധാനമായിട്ടും 3 പേരാണ്. അതൊന്ന് കെ.ബി. ഗണേഷ് കുമാർ, 2 പി.സി. ജോർജ്, 3 വെള്ളാപ്പള്ളി നടേശൻ. നടിയുടെ കേസിൽ ഇവിടുത്തെ പാർട്ടിക്കാരൊക്കെ ആരുടെ കൂടെയാണ്? അവരാ കേസിലെ പ്രതിയായ നടൻ്റെ കൂടെയാണ്. ഇവിടെ കള്ളത്തരം ഇപ്പോൾ സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ മിക്കതും സത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പട്ടാപ്പകൽ 3 മണിക്ക് 4-5 കേസുകാർ വരുമ്പോൾ അവരിൽ നിന്ന് ഇവരെ രക്ഷിക്കാൻ പ്രാപ്തിയില്ലാത്ത പോലീസുകാരനെ പിരിച്ചുവിടണ്ടേ, അല്ലെ സസ്പെൻഡ് ചെയ്യണ്ടേ? ഉണ്ടേ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടുന്നത് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്ക് ദോഷമായിട്ട് വരുന്നതാണ് എൻ്റെ കണക്ക്. തീർച്ചയായിട്ടും സണ്ണി കപ്പിക്കാടും സി കെ ജാനുവും കേരള നിയമസഭയിൽ ഉണ്ടാവേണ്ട ആളുകളാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഇലക്ഷനിൽ തീർച്ചയായിട്ടും ജാനുവും കപ്പിക്കാടും സ്ഥാനാർത്ഥികളായി വരുന്ന ഞാൻ പ്രതീക്ഷിച്ച ആളാണ്, വരണമെന്ന് ആഗ്രഹിച്ച ആളാണ്. അതില്ല എന്ന് കണ്ടപ്പോൾ അതിൽ വളരെ ഖേദം തോന്നുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പച്ചക്കള്ളം പറയുന്ന ഒരാളല്ലേ പി.സി. ജോർജ്, പച്ചക്കള്ളം പറയുന്ന ഒരാളല്ലേ വെള്ളാപ്പള്ളി നടേശൻ. ഇവിടെ ആരാ നേര് പറയുന്നത്? എന്തൊക്കെ കള്ളത്തരാണ് പി.സി. ജോർജ് പറഞ്ഞത്? ഉമ്മൻചാണ്ടിയെ പറ്റി എന്താണ് അദ്ദേഹം കള്ളസാക്ഷി പറഞ്ഞത്? അപ്പോൾ എനിക്ക് ആവർത്തിക്കാൻ കൊള്ളാമോ അത്? ഗണേഷ് കുമാർ പറഞ്ഞൊക്കെ ഗണേഷ് കുമാറിനെതിരായിട്ട് വർത്തമാനം പറഞ്ഞു, പ്രധാനമായിട്ട് വർത്തമാനം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ളയല്ലേ, അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ യാമിനി തങ്കച്ചിയല്ലേ, അദ്ദേഹത്തിൻ്റെ സഹോദരി ഉഷയല്ലേ. ഇപ്പോൾ പറഞ്ഞതാരാ? അദ്ദേഹത്തിൻ്റെ 2ാം ഭാര്യ ബിന്ദു മേനോ. വല്ലവരും അല്ലല്ലോ പറയുന്നത്, എതിരാളികൾ പറയും. എതിരാളികളല്ലല്ലോ ഗണേഷ് കുമാർ ഇതിൻ്റെ മന്ത്രിസഭയിൽ ഇപ്പോഴും ഇരിക്കുന്നില്ലേ? എന്നിട്ട് ഇവരാണോ ഇയാളെ നേര് പറയാൻ പഠിപ്പിക്കുന്നത്? ഞാൻ ആര് പറഞ്ഞാലും അസത്യമാണ്, അർദ്ധസത്യമാണ്, അതിശയോക്തിയാണ്. അപ്പം നമ്മൾ വി.ഡി. സതീശൻ കളവ് പറഞ്ഞു, സംശയമില്ല. ഇപ്പോൾ ഉദാഹരണം സുധാകരനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു, സംസാരിച്ചില്ല സുധാകരൻ പറഞ്ഞാൽ ഏതോ ഒന്ന് കളവാണല്ലോ. ഞാൻ ഉദാഹരണം പറയാം. അപ്പോൾ പക്ഷേ കളവ് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ആക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾ ഷംസീറിനെ ആക്ഷേപിക്കണം, മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്ഷേപിക്കണം, ഗണേഷ് കുമാറിനെ ആക്ഷേപിക്കണം, എം.വി. ഗോവിന്ദ മാഷെ ആക്ഷേപിക്കണം, വെള്ളാപ്പള്ളി നടേശനെ ആക്ഷേപിക്കണം. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് അസത്യമാണെന്നോ അസംബന്ധമാണെന്നോ ഇവരാരെങ്കിലും പറഞ്ഞോ? പറയാൻ ധൈര്യമുണ്ടോ അവർക്ക്? അല്ല, ഇങ്ങനെ അതായത് നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ ചർച്ചകൾ മുഴുവൻ മലിനമാക്കിയത് പ്രധാനമായിട്ടും 3 പേരാണ്. അതൊന്ന് കെ.ബി. ഗണേഷ് കുമാർ, 2 പി.സി. ജോർജ്, 3 വെള്ളാപ്പള്ളി നടേശൻ. എൻ്റെ കണക്ക് ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പാർട്ടിക്കാരും കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ നുണ പറയുന്നുണ്ട്. വി.ഡി. സതീശൻ കളവ് പറഞ്ഞില്ല എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. ഇത് പറഞ്ഞതുപോലെ UDF-നെ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു അപജയമാണ് നമ്മളിത് കാണേണ്ടത്. ഇവരൊക്കെ നമ്മൾ വിമർശിക്കേണ്ടെന്നല്ല, മൊത്തത്തിൽ നമ്മുടെ രാഷ്ട്രീയ രംഗം വളരെ മലീമസമാണ്. അതായത് അഴിമതി കാണിക്കുക, സ്വജനപക്ഷപാതം കാണിക്കുക, സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുക, എന്നിട്ട് സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ട് ആണുങ്ങളുടെ കൂടെ നിൽക്കുക. ആണുങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ആ അതിജീവിതമൊക്കെ ഒപ്പമാണ് എന്ന് ഭാവിക്കുക. നടിയുടെ കേസിൽ ഇവിടുത്തെ പാർട്ടിക്കാരൊക്കെ ആരുടെ കൂടെയാണ്? അവരാ കേസിലെ പ്രതിയായ നടൻ്റെ കൂടെയാണ്, അല്ലേ? ഇപ്പോൾ ആര് ചോദിക്കൂ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിലെ എല്ലാ പ്രതികളും സമയത്ത് കോടതിയിൽ കുറ്റപത്രം കൊടുക്കാത്തതിൻ്റെ പേരിൽ പുറത്തുപോയി. 90 ദിവസം കഴിഞ്ഞ് പുറത്തുപോയി, ഇല്ലേ? 90 മുതൽ കണ്ടെത്തിയോ? അതിലേതെങ്കിലും പ്രതിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? അതിനാരാ ഉത്തരവാദി? ഗവൺമെൻറ് അല്ലേ? അവരൊരു SIT ആണ്. SITയിൽ ആരാ ഉള്ളത്? കേരള പോലീസാണുള്ളത്. അത് കോടതിയാണത് അന്വേഷിക്കാൻ പറഞ്ഞത്. ഇവരല്ല പറഞ്ഞത്, ഇവരല്ലേ പറഞ്ഞിരുന്നത് അന്വേഷിക്കാൻ. ഇപ്പോൾ എന്താ ഉണ്ടായത്? അതിലേതെങ്കിലും കേസിൽ പ്രതിയായ ഒരാൾക്കെതിരായിട്ട് CPM എന്തെങ്കിലും നടപടി എടുത്തു? ഞാൻ പറഞ്ഞത് ഇവിടെ കള്ളത്തരം. ഇപ്പോൾ സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ മിക്കതും സത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിനൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ലല്ലോ, ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടോ? ഇപ്പോൾ വീണ ജോർജിനെ ആക്രമിച്ചെങ്കിൽ ആ പോലീസുകാർക്കെതിരെ നടപടി എടുക്കണ്ടേ? വേണ്ടേ? പോലീസുകാർക്ക് ശമ്പളം കൊടുക്കണത്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ പട്ടാപ്പകൽ 3 മണിക്ക് 4-5 കേസുകാർ വരുമ്പോൾ അവരിൽ നിന്ന് ഇവരെ രക്ഷിക്കാൻ പ്രാപ്തിയില്ലാത്ത പോലീസുകാരനെ പിരിച്ചുവിടണ്ടേ, അല്ലെ സസ്പെൻഡ് ചെയ്യണ്ടേ? വേണ്ടേ? എന്താ നടക്കുന്നത്? ഇതിങ്ങനെ പറയുക, പച്ച നുണ പറയുക എല്ലാവരും. ഞാൻ പറഞ്ഞത് ഈ MV ഗോവിന്ദൻ സിന്ദാബാദ് വിളിക്കുന്ന ആളുകൾ വി.ഡി. സതീശനെ പഠിപ്പിക്കാൻ ചെല്ലണ്ടെന്ന് ഞാൻ പറഞ്ഞത്. വി.ഡി. സതീശൻ്റെ ആൾ മറ്റൊരു പഠിപ്പിക്കാൻ ചെല്ലണ്ട. അതുകൊണ്ട് ഞാൻ സ്ത്രീകളുടെ കാര്യം പറയുമ്പോഴാണ് UDF-ലെ പ്രമുഖനായിട്ടുള്ള ഒരു MLA-യുടെ പേരിൽ
ഒരു ബലാത്സംഗ കേസുകളും സ്ത്രീകളെ അബ്യൂസ് ചെയ്യുന്ന കേസുകളൊക്കെ വരുന്നു. അത് ഏത് MLA പറ്റി നിങ്ങൾ പേര് പറയൂ. കാരണം ഇവിടെ ഒരുപാട് രണ്ട് രംഗത്തുള്ളപ്പോൾ മുകേഷിനെ പറ്റിയാണോ, വിൻസെന്റിനെ പറ്റിയാണോ, എൽദോസ് കുന്നപ്പള്ളിയെ പറ്റിയാണോ, രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണോ, PK ശശിയെ പറ്റിയാണോ, ആരെ പറ്റിയാണ് പറയുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണ്. അപ്പം ഈ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം UDF വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെ തിരിച്ചടിക്കുന്ന കുറെ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അവർ നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കി, യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്താക്കി. അദ്ദേഹം അന്ന് രാജിവെക്കേണ്ടതാണ്, അദ്ദേഹം മാറി നിൽക്കേണ്ടതാണ് കുറച്ചു കാലത്തേക്കെങ്കിലും. അദ്ദേഹം അന്ന് രാജിവെക്കണം. രാജിവെക്കാൻ അദ്ദേഹത്തോട് പറയണം കോൺഗ്രസ് ചെയ്ത് തെറ്റാണ്, ഇതൊക്കെ ചെയ്ത കോൺഗ്രസ് രാജിവെക്കാൻ പറഞ്ഞാൽ മതി. അയാൾ കേട്ടില്ലേ, കേൾക്കണ്ട. ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയോട് രാജിവെക്കാൻ പറഞ്ഞില്ലല്ലോ, വിൻസെന്റിനോട് പറഞ്ഞില്ലല്ലോ, മുകേഷിനോട് പറഞ്ഞില്ലല്ലോ, PK ശശിയോട് പറഞ്ഞില്ലല്ലോ. ഇവരൊക്കെ ഇതിലൊരു കണക്കാണെന്നേ. ഇപ്പോൾ PK ശശിയെ പറ്റി ഇവർ പരിഹസിച്ചായിരുന്നു, തീവ്രത എന്നിട്ട്. ഇപ്പോൾ PK ശശി ഇവരുടെ പാളയത്തിലായി. പിന്നെന്താ, PK ശശി ഇപ്പോൾ ഇവരുടെ സ്ഥാനാർത്ഥിയല്ലേ UDF. ഇത്രയേ ഉള്ളത്. അപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ ഇവർക്ക് എല്ലാവരും കണക്കാ. മുകേഷ് അവിടെ കൊല്ലത്ത് MLA ആയിരിക്കുമ്പോൾ തന്നെ LDF അയാളെ കൊല്ലത്ത് നിന്ന് ലോക്സഭയിലേക്ക് അതുപോലെ ജനങ്ങൾ സമ്മതിച്ചില്ല. അവിടെ സ്ഥാനത്ത് അദ്ദേഹം തോറ്റു. ഇനിയിപ്പോൾ ടിക്കറ്റ് കൊടുത്തില്ല തവണ. പക്ഷേ വിൻസെന്റിന് ടിക്കറ്റ് ഉണ്ട് കോവള MLAക്ക്, കുന്നപ്പള്ളിക്കില്ല. കുന്നപ്പള്ളി എന്നാണ് പേര്, കുന്നപ്പള്ളി എൽദോസ്. ഇപ്പോൾ PK ശശിക്ക് പിന്തുണയുണ്ട്. അപ്പോൾ LDF UDF സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ തുല്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഈ പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കംപ്ലൈന്റ്. കാരണം ഈ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടുന്നുണ്ട്, അദ്ദേഹം ആളുകളോട് സംസാരിക്കുന്നത് വളരെ മോശമാണ്. അതായത് ഇപ്പോൾ നേതാക്കന്മാർ ഇപ്പോൾ VD സതീശനായാലും വളരെ കർശനമായ നിലപാടെടുത്ത ആളാണ്. പക്ഷേ K സുധാകരൻ അങ്ങനെയല്ല. അതാണ് എൻ്റെ പ്രശ്നം. VD സതീശനായിട്ട് കർശനമായ നിലപാടെടുത്തു. PV അൻവറിൻ്റെ കാര്യത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലൊക്കെ. അന്ന് അദ്ദേഹത്തെ നിലമ്പൂരിൽ അന്ന് മത്സരിപ്പിക്കാൻ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ പറ്റില്ല എന്ന് നിലപാടെടുത്തു. ആര്യാട് ഷൗക്കത്തിന് പിന്തുണ കൊടുത്തു. ഷൗക്കത്ത് MLA ആയി. ഷൗക്കത്ത് ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്നുണ്ട്. പക്ഷേ PV അൻവറിന് ഇവിടെ എത്തിയപ്പോൾ അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൊടുത്തു. അത് പിന്നെ രാഷ്ട്രീയം അത്രയേ ഉള്ളൂ. ഇപ്പോൾ PV അൻവറിൻ്റെ പേരിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സ്ത്രീകളെ ഇവിടെ അക്രമം കാണിച്ചുള്ള മാതിരി പ്രശ്നങ്ങൾ അൻവറിനെ പറ്റിയില്ല. മറ്റേ തെറ്റാണ്. അതായത് ഇപ്പോൾ അവിടുത്തെ പാലക്കാട്ടെ ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടുന്നത് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്ക് ദോഷമായിട്ട് വരുന്നതാണ് എൻ്റെ കണക്ക്. രമേശ് പിഷാരടിയുടെ പേര് പറഞ്ഞപ്പോഴാണ് ഈ ഇലക്ഷനിൽ 2020 എന്ന് പറയുന്ന ഒരു സംഘടന, NDAയുടെ അലയൻസ് ആയിട്ടുള്ള 2020യും പിഷാരടിയെ പോലുള്ള ആളുകൾ സിനിമയിൽ ആരാധകരെ ഉണ്ടാക്കുന്നവർ മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട്. ഈ ഒരു പ്രവണതയെ മാഷ് എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, സാഹിത്യകാരന്മാർക്കോ സിനിമക്കാർക്കോ ഇലക്ഷൻ മത്സരിക്കാൻ പാടില്ല നമ്മൾ പറയാൻ പറ്റൂ. അതിപ്പോൾ ഇന്നുള്ളതല്ല, നേരത്തെ ഉണ്ട്. ഇപ്പോൾ സുകുമാർ അഴീക്കോട് മത്സരിച്ചിരുന്നു, SK പൊറ്റക്കാട് മത്സരിച്ചിരുന്നു, MK സാഹിബ് മത്സരിച്ചിരുന്നു, രാമു കാര്യമായിട്ട് മത്സരിച്ച് ജയിച്ചിരുന്നു നാട്ടികയിൽ, ONV ഗ്രൂപ്പ് മത്സരിച്ചിരുന്നു. അപ്പോൾ സിനിമാ രംഗത്ത് ഒന്നോ രണ്ടാൾ വരട്ടെ. അതിപ്പോൾ നേരത്തെ മുകേഷ് ജയിച്ചില്ലേ, വിൻസെന്റ് ജയിച്ചില്ലേ, അങ്ങനെ ഉണ്ടല്ലോ. മാത്രമല്ല രമേശ് പിഷാരടി വെറും രാഷ്ട്രീയക്കാരൻ അല്ല, വെറും സിനിമാക്കാരൻ മാത്രമല്ല, നേരത്തെ അദ്ദേഹം കോൺഗ്രസ്സുകാരനെന്ന് പ്രഖ്യാപിച്ച ആളാണ്. അദ്ദേഹം തൽക്കാലം വന്ന ആളൊന്നല്ല. മുൻപ് കോൺഗ്രസിന്റെ പ്രചരണത്തിൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന ആൾ, ഞാൻ കോൺഗ്രസ്സുകാരനാന്ന് പറയുന്ന ആളെ. നേരത്തെ ഇയാൾ ഉണ്ടായിരുന്നില്ലേ, നമ്മുടെ ബാലുശ്ശേരി മത്സരിച്ചല്ലോ കോൺഗ്രസിന്റെ ഹാസ്യ നടൻ ധർമ്മജൻ. എന്താ മുഴുവൻ പേരെന്താണ്? അദ്ദേഹം മത്സരിച്ചല്ലോ. അപ്പൊ നേരത്തെ അവിടെ ബാലുശ്ശേരി ജയിച്ച പുരുഷൻ കടലുണ്ടി ഒരു സാഹിത്യകാരനാണ്, അദ്ദേഹം ജയിച്ചിരുന്നു പുരുഷൻ കടലുണ്ടി. ഈ സാഹിത്യകാരന്മാരൊക്കെ നേരിട്ടോ എഴുത്തുകളിലൂടെയൊക്കെ രാഷ്ട്രീയവുമായിട്ട് സമൂഹവുമായിട്ട് അല്ല, അവർക്ക് പ്രത്യക്ഷ രാഷ്ട്രീയം വേണ്ടെന്നതിനാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സരോജിനി നായിഡു ഗാന്ധി പ്രസിഡന്റായത് 1924 കോൺഗ്രസിന്റെ. സരോജിനി നായിഡു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നല്ലോ 1925. എഴുത്തുകാർ വരട്ടെ, അതിലൊന്നുമില്ല. എഴുത്തുകാരോ ചിത്രകാരന്മാരോ നടന്മാരോ നടികളോ ഒക്കെ വരട്ടെ, അതിലൊന്നുമില്ല. അവർക്ക് നമ്മൾ ജനങ്ങൾ നമ്മളെ അവർക്ക് അങ്ങനെ അവർ മത്സരിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. അവർ ഉത്തരവാദിത്വം നിറവേറ്റണം. സിനിമക്കാരനോ സിനിമക്കാരുമായിട്ട് എവിടെയെങ്കിലും ഗ്ലാമർ താരമായിട്ട് കുത്തിരുന്നാൽ പോരാ നമുക്ക് പറയാം. പിന്നെ മാഷിന്റെ ചർച്ചകളിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുന്നത്.
അപ്പോൾ മാഷ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ഒരു സംഗതി, വിരുദ്ധ വികാരം ഇല്ല എന്നാണ് ഇടതുപക്ഷം പറയുന്നതെങ്കിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി അല്ലെങ്കിൽ മുൻനിർത്തിക്കൊണ്ട് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പിണറായിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. അപ്പൊ അത് കാണാം. അവരങ്ങനെ ചെയ്തത് നല്ല കാര്യം. ഞാൻ പറഞ്ഞുകൊണ്ടല്ല അവർ ചെയ്യുന്നത്. അതൊരു ന്യായമാണ് ഞാൻ പറഞ്ഞത്. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ മുന്നിൽ നിർത്തേണ്ടത് പിണറായിയാണ്. അവർ മുന്നിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് അവർക്ക് ബോധ്യമുണ്ട്. നല്ലത് തന്നെ. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് LDFന് പ്രത്യേകിച്ച് CPMന് ബോധ്യമുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് CPIക്ക് ഒരു സംശയമുണ്ട്. CPMനില്ല. നന്നായി, അത് വരട്ടെ. പിന്നെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനാധിപത്യമാണല്ലോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാനിപ്പോൾ ജയിച്ചു എന്നോ തോറ്റു എന്നോ ഇപ്പോൾ പറയാനായിട്ടില്ല. ഞാൻ തോറ്റു എന്ന് പറയാം മൂന്നാം ടേമിൽ പിണറായി വന്നാൽ. അപ്പൊ ഞാനല്ല തോൽക്കുക, ജനങ്ങളാ തോൽക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഞാൻ തോറ്റു സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല. ഈ തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ടാളുകളുടെ പേര് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് സണ്ണി എം കപ്പിക്കാടാണ്, ആൻഡ് രണ്ടാമത്തെ ആള് ജാനുവാണ്, CK ജാനുവാണ്. അതായത് മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിരന്തരം ശബ്ദമുയർത്തുകയും പ്രവർത്തിക്കുകയും ചെയ്ത രണ്ടുപേരാണ് ഇവർ. എന്നാൽ ഇവർ തുടക്കത്തിൽ സ്ഥാനാർത്ഥികളാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് സ്ഥാനാർത്ഥികളുടെ പട്ടിക വന്നപ്പോൾ ഇവർ ചിത്രത്തിലെ ഇല്ലാതായി കഴിഞ്ഞു. മാഷ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇവർ ശരിക്കും നിയമസഭയിൽ എത്തേണ്ട ആളുകളല്ലേ? തീർച്ചയായിട്ടും അവരോട് രണ്ടുപേരോടും കാണിച്ചത് വലിയ അന്യായമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ രണ്ടുപേരെയും ഞാൻ ശ്രദ്ധിച്ചതാണ്. രണ്ടുപേരും എനിക്കൊരു ചെറിയ പരിചയമുണ്ട്. ഇപ്പോൾ CK ജാനുവിന് നേരത്തെ തന്നെ, കാരണം ഈ വയനാട്ടിലെ അടിയാത്തികളിൽ ഒരാളാണ് ജാനു. അവരൊരു സമരം നയിക്കാനോ, ഇപ്പോൾ മുത്തങ്ങ സമരം നടക്കുമ്പോൾ അവിടെ ഒടിപ്പഴിഞ്ഞപ്പോൾ അവിടെ പോയ ഒരു സംഘത്തിൽ ഞങ്ങൾ MT വാസന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോയുള്ള ഒരാളാണ് ഞാൻ. പിന്നെ സണ്ണി കപ്പിക്കാട് വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ പറയുന്ന ആളാണ്. ഇവിടുത്തെ ദലിത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, ദലിത് സമൂഹത്തിന് വേണ്ടി ഏറ്റവും അധികം പൊരുതുന്ന ഒരാളാണ്. ഇവർക്ക് രണ്ടു പേർക്കും തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിത്വം കൊടുക്കേണ്ടതായിരുന്നു. പിന്നെ അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവരോട് വളരെ മര്യാദയ്ക്ക് ആ സംഗതി പറയാനും കൂടി കോൺഗ്രസ്സുകാർക്ക് മര്യാദ ഉണ്ടായില്ല. ഒന്നും പോരാഞ്ഞിട്ട് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ സണ്ണി കപ്പിക്കാടിനെ പറ്റി വളരെ അസംബന്ധമാണ് പറഞ്ഞത്. ഇനിയിപ്പം അത് വളരെ പ്രതിഷേധാർഹമാണ്. അദ്ദേഹം അത് പിൻവലിച്ചതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. തീർച്ചയായിട്ടും സണ്ണി കപ്പിക്കാടും CK ജാനുവും കേരള നിയമസഭയിൽ ഉണ്ടാവേണ്ട ആളുകളാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കൊടുക്കാതിരിക്കാനുള്ളൊരു കാരണം ഇന്നും ഈ ആളുകളുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഈ ഒരു ഫ്യൂഡലിസ്റ്റിക് മനോഭാവമാണ് എന്ന് മാഷ് കരുതുന്നുണ്ടോ? അത് വേറെ എന്താ? ഞാൻ അങ്ങനെയല്ല അത് കാണുന്നത്. അതായത് കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനുള്ള ശക്തി, ആ തരത്തിലുള്ള സംഘടിതമായ ശക്തി ഈ ആദിവാസികൾക്കോ ദലിതർക്കോ ഇല്ല. സ്വാഭാവികമായിട്ട് അതാണ് ഈ രാഷ്ട്രീയക്കാരെപ്പോഴാണ് ആളെ ശ്രദ്ധിക്കുക, അവർക്ക് വല്ല ഉപദ്രവം വരുമെന്നുള്ളപ്പോഴാണ്. പിന്നെ അജയ് തറയിൻ്റെ വർത്തമാനത്തിലൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും ആ മനോഭാവം തന്നെയാണ്. വളരെ മോശമാണത്. അപ്പം അദ്ദേഹം പിൻവലിച്ചുകൊണ്ട് ഞാനത് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അത് സംഘടിത വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പരിഗണിക്കും, അതില്ലേ പരിഗണിക്കില്ല. അങ്ങനെയല്ല വേണ്ടത്. അതായത് അധസ്ഥിതരാണ്, അടിയാള വിഭാഗമാണ്, അവഗണിതരാണ്, അവമാനിതരാണ്, ചൂഷിതരാണ്, മർദ്ദിതരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ശക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അവരെ കൂടെ നിർത്തണം. ഇപ്പോൾ ഇവിടുത്തെ ഒരു പാർട്ടിയും ഒരു മുന്നണിയും CK ജാനുവിനെ കൂടെ നിർത്തിയിട്ടില്ല. അതിനർത്ഥം നമുക്ക് ആദിവാസികളെ ശ്രദ്ധയല്ല എന്നുള്ളതാണ്. ഒരു പാർട്ടിയും സണ്ണി കപ്പിക്കാടിനെ കൂടെ നിർത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇപ്പം ദലിതർ പണ്ടുണ്ടായിരുന്നു. ഇപ്പം കോൺഗ്രസ്സിലൊക്കെ അങ്ങനത്തെ ആളുകൾ, ഇപ്പോൾ കുഞ്ഞമ്പൂരമായുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പണ്ട് EMSലെ മന്ത്രിസഭയിൽ ചാത്തൻ മന്ത്രിയായിരുന്നു. ഇപ്പോൾ തന്നെ കേളു പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയുണ്ട്. ഒരു ആദിവാസി സ്ത്രീ ജയലക്ഷ്മി ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. തീരെ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഈ ഇലക്ഷനിൽ തീർച്ചയായിട്ടും ജാനുവും കപ്പിക്കാടും സ്ഥാനാർത്ഥികളായി വരുന്ന ഞാൻ പ്രതീക്ഷിച്ച ആളാണ്, വരണമെന്ന് ആഗ്രഹിച്ച ആളാണ്. അതില്ല എന്ന് കണ്ടപ്പോൾ അതിൽ വളരെ ഖേദം തോന്നുന്ന ഒരാളാണ് ഞാൻ.